ഇന്നത്തെ ചിന്താവിഷയം അല്ലെങ്കിൽ ഇന്നത്തെ ഹോട്ട് ടോപ്പിക് എന്താണ്? മാരുതി ജിംനിയാണ് അല്ലേ. ബ്രസീലിൽ അല്ലെങ്കിൽ മറ്റുള്ള ചില കൺട്രികളിലൊക്കെ വിൽക്കുന്ന സിയാറ, ജിംനി സിയാറ എന്ന് പറയുന്ന ആ ഒരു വണ്ടിയുടെ കുറച്ചുകൂടി വലിപ്പം കൂടിയ രൂപമാണ് ഇന്ത്യയിൽ ഇന്ന് ഡെബ്യൂ ചെയ്തിട്ടുള്ള 5 ഡോർ ജിംനി. 5 ഡോർ എന്ന് പറയുമ്പോൾ ശരിക്കും 3 ഡോർ ആണ് സാധാരണ ജിംനി. പല കൺട്രികളിലും കൊമേഴ്ഷ്യൽ വെഹിക്കിളൊക്കെയാണ് ജിംനി എന്ന് പറയുന്നത്. ചെറിയ വണ്ടിയാണ്, കുഞ്ഞ് ഡൈമെൻഷൻസ് ഉള്ള ഒരു വണ്ടി. അതായത് ഏത് റോഡിലൂടെയും കൊണ്ടെടുക്കാവുന്ന ഒരു കുഞ്ഞൻ ഓഫ് റോഡ്. ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ ALLGRIP PRO എന്ന് പറയുന്ന ആ ഒരു ഓൾ വീൽ ഡ്രൈവ് വിത്ത് ലോ റേഞ്ച് ഒക്കെ ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ പലപ്പോഴും പല ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സൊക്കെ ഇപ്പോൾ പുറത്തൊക്കെ, ഇവിടെയല്ല, പുറത്തെ പല കൺട്രികളിലും നമ്മൾ ആ ഒരു ക്യാമ്പിങ്ങിന് പോകുന്നതും ജിംനി മോഡിഫൈ ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട്, വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് അറ്റ്ലീസ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ തന്നെ മിക്കവാറും എല്ലാവരും തന്നെ കാത്തിരുന്ന ഒരു വണ്ടി ആയിരുന്നിരിക്കണം ജിംനി. കാരണം ജിംനിയുടെ ആ ഒരു ഇവന്റ് കഴിഞ്ഞ ആ ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എനിക്ക് വന്ന മെസ്സേജുകൾ കുറേ ഉണ്ട്. അതായത് രാകേഷ് എന്തുകൊണ്ട് ഓട്ടോ എക്സ്പോയിൽ പോയില്ല, ജിംനി കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വിളിക്കും ചോദിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജിംനി കണ്ടപ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആ ജിംനി കണ്ടപ്പോൾ ആ ഒരു ഫോട്ടോയിൽ കണ്ടപ്പോൾ, അല്ലെങ്കിൽ പ്രസ് റിലീസ് വന്നൊരു ഫോട്ടോ ഉണ്ട്, ഓട്ടോ എക്സ്പോയിൽ ആ ഒരു പൂരത്തിനുള്ള ആളുകളുടെ ഇടയിൽ കിടക്കുന്ന വണ്ടിയുടെ ഫോട്ടോ കണ്ടതല്ല, പകരം ബ്രോഷറും അല്ലെങ്കിൽ ആ ഒരു പ്രസ് റിലീസും വന്ന വണ്ടിയുടെ കുറച്ചുകൂടി വൃത്തിയുള്ള ഫോട്ടോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാം. ആ പല കളറുകൾ, ജംസ് മിഠായ പോലെ പച്ചയും മഞ്ഞയും നീലയും വെള്ളയും കറുപ്പും അടങ്ങിയ എല്ലാ കളറുകളുമുള്ള ആ ജിംനിയുടെ വിവിധ കളറുകളുടെ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് തോന്നി, പല ആംഗിളും ഞാൻ ആ വണ്ടിയുടെ ഫോട്ടോസ് എടുത്ത് നോക്കിയായിരുന്നു. അതായത് കിട്ടിയ ഫോട്ടോസിൽ പല ആംഗിളും നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ഇത് കൊള്ളാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് കൊള്ളാമെന്ന് എന്തുകൊണ്ട് തോന്നുന്നു എന്നുള്ളതും ആ ഒരു വണ്ടിയുടെ സ്പെസിഫിക്കേഷനും എന്തൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്നുള്ളതൊക്കെ പറയാൻ തോന്നി. കാരണം ജിംനി ഇന്ന് തന്നെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 വേരിയന്റുകളാണ് അവർ പറയുന്നത്. അപ്പോൾ ജിംനി കാത്തിരുന്ന വണ്ടിയാണെന്നുള്ളത് സംശയമൊന്നുമില്ല. അതായത് നമ്മുടെ പ്രമുഖരായിട്ടുള്ള പല ആളുകളും ഇന്ത്യ വിട്ട് മറ്റ് കൺട്രികൾ, ദുബായ് പോലുള്ള കൺട്രികളിലൊക്കെ പോയിട്ട് വണ്ടി റിവ്യൂ ചെയ്യുന്നുണ്ട്. കാരണം ജിംനി വരും 2019 മുതൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ അതിന് മുന്നേയൊക്കെ ജിംനി വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും പല വീഡിയോസും ചെയ്തിട്ട് നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, ജിംനി എന്താണെന്നും ഒക്കെ അറിയാം. പക്ഷെ അതൊക്കെ തന്നെ ആ ഒരു 3 ഡോർസ് ആണ്, 5 അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ഡെബ്യൂ ചെയ്യുന്നത് ഇവിടെയാണ്, ഇന്ത്യയിലാണ് ഏറ്റവും പുതിയ വണ്ടി ഡെബ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 5 ഡോറിന് ശരിക്കും നമ്മുടെ ഒരു കൺട്രിയിൽ വരുന്നൊരു വണ്ടി എന്നുള്ള റിലവൻസ് ഉണ്ട്. ഇവിടുന്ന് ആയിരിക്കും മിക്കവാറും എക്സ്പോർട്ടൊക്കെ പോകുന്നുണ്ടാവും ഞാൻ കരുതുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല, അതിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ ശ്രമിക്കാം. മാരുതി ജിംനിയുടെ 5 ഡോർ. പ്രധാനമായും ജിംനി ഇഷ്ടപ്പെടാൻ 4 കാരണങ്ങളാണ്. ഇപ്പം ഇന്നലെ ഞാൻ ആ ഒരു മാരുതി ഇലക്ട്രിക് വണ്ടിയുടെ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോഴാണെന്ന് തോന്നുന്നു ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇത് വന്നു കഴിയുമ്പോൾ എക്സ്പ്രസോ ഒക്കെ ഇഗ്നിസിലുണ്ടായ കുഞ്ഞുപോലെ തോന്നിക്കുമെന്നൊക്കെ. അപ്പോൾ ആ ഒരു കമന്റ് ശരിക്കും രസകരമായിട്ട് തോന്നി. കാരണം വണ്ടിയെ കുറിച്ച് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പല വണ്ടികളിലെയും ഒരു യോജിപ്പിച്ചൊക്കെ വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ബലേനോ ക്രോസ് വന്നല്ലോ, ആ ബലേനോ ക്രോസ് എന്നല്ല അതിന്റെ പേര് ഫ്രോങ്സ് എന്നാണ്. അത് ഒരു സബ് കോമ്പാക്ട് SUV ആണ്, അല്ലെങ്കിൽ വേറെ ഓൾട്ടോർ വേറെ വരാം. ജിംനിക്ക് പക്ഷെ അങ്ങനെ പേടിയൊന്നുമില്ല. അങ്ങനെ ജിംനിയുടെ രൂപം അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും, അതുപോലെ. കാരണം ആർക്കും സ്കെപ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. 5 ഡോർ വരുമ്പോൾ കുറച്ച് വലിച്ചു നീട്ടി കഴിഞ്ഞാൽ, ഇപ്പോൾ ചില വണ്ടികളൊക്കെ നമുക്കറിയാം, ടെമ്പോ ട്രാവലറിന്റെ ക്രൂയിസറൊക്കെ അറിയാം, കുറേ അധികം നീളമുള്ള വണ്ടിയായിട്ട്. അപ്പോൾ ചെറിയ ഡിമെൻഷൻ ആയതുകൊണ്ട് വലിപ്പം കൂടുമ്പോൾ അത് ഇത്തിരി അക്വേർഡ് ആവുമോ എന്നുള്ള തോന്നൽ പലർക്കും ഉണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. പക്ഷേ ചില സ്പൈ ഷോട്ടൊക്കെ നമ്മൾ കണ്ടു, അതായത് ഇപ്പോൾ ലേയിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് പോകുമ്പോൾ അതിങ്ങനെ ലീക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ അന്തൂസിയാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്നും ഓട്ടോ ന്യൂസൊക്കെ ചെക്ക് ചെയ്യുന്ന ആളാണ്, നമ്മളത് കാണും ചെയ്യും. അങ്ങനെ കാണുമ്പോൾ തന്നെ തോന്നിയിരുന്നു പ്രപ്പോർഷനിൽ തിരക്കിടൊന്നുമില്ല. അതായത് ദുബായിലൊക്കെ ജീവാഗന്റെ കിറ്റൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ, ഞാൻ കേട്ടിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. ആ ജീവാഗന്റെ കിറ്റൊക്കെ വാങ്ങാൻ കിട്ടിയിട്ട് ഈ ജിംനിയുടെ മുകളിൽ വെച്ചിട്ട് കുഞ്ഞ് ജീവാഗണൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട്, കണ്ടു. അപ്പോൾ അങ്ങനെ കാണുമ്പോഴും ഒരു പ്രപ്പോർഷനൊക്കെ നോക്കിയപ്പോൾ പുതിയ ഒരു 5 ഡോറിന്റെ ആ ഒരു ഫീച്ചർ കണ്ടപ്പോൾ കൊള്ളാം എന്നാണ് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഒഫീഷ്യലി അവർ ആ ഒരു ഡെബ്യൂ ചെയ്തു, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തു, അല്ലെങ്കിൽ അൺവീൽ ചെയ്തു. അങ്ങനെ ചെയ്ത് ബുക്കിംഗ് തുടങ്ങി. ഇപ്പോൾ മോട്ടോഴ്സ് പോലുള്ള ഷോറൂമുകളൊക്കെ ഓൾറെഡി ബുക്കിംഗ് എടുത്തു തുടങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇന്നിപ്പോൾ ഒരു സുഹൃത്ത്, ഇപ്പോൾ നമുക്ക് ആ ഒരു ടിയാഗോടെ വീഡിയോ ചെയ്തപ്പോൾ കണ്ടൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞത് ആരൊക്കെയോ ബുക്ക് ചെയ്യാൻ പോകുന്നുണ്ട് ഇന്ന് തന്നെ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹോട്ട് കേക്ക് തന്നെയാണത്, നീഷാണ്, ഹോട്ട് കേക്കാണ്. പഴയ ഒരു ചൊല്ല് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരുന്ന് കിട്ടിയ ഒരു കനി എന്നൊക്കെ പറയാം. ഇനി ഇതൊക്കെ എക്സാജുറേറ്റഡ് ആണോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കാരണം ബേസിക്കലി മാരുതിയുടെ ഒരു വണ്ടിയാണ് ജിംനി. അപ്പോൾ സ്പെസിഫിക്കേഷനും അധികം ഒരു കൗതുകമുള്ള സ്പെസിഫിക്കേഷനാണ്. കാരണം 103 PS അല്ലെങ്കിൽ 104 PS ആ ഒരു എഞ്ചിന്റെ വകഭേദങ്ങൾ തന്നെയാണ് നമ്മൾ ബ്രസീലിലും അല്ലെങ്കിൽ നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു 4 സ്പീഡ് ഓട്ടോമാറ്റിക്കും ഒരു 5 സ്പീഡ് മാനുവലാണ് ഗിയർ ബോക്സ് ഓപ്ഷൻസ്. അതിൽ ഏറ്റവും ടോപ്പ് രണ്ട് വേരിയന്റേ ഉള്ളൂ. ആ ടോപ്പ് വേരിയന്റ് ആണെങ്കിൽ ഇവർ പറയുന്നത് ആ ഒരു ALLGRIPന്റെ പ്രോ എന്ന് പറയുന്ന ആ ഒരു സംഗതി ഉണ്ടെന്നുള്ളതാണ്, വിത്ത് ലോ റേഞ്ച്. അപ്പോൾ ഹാർഡ് കോർ വണ്ടികൾ നോക്കുന്ന ആൾക്കാർ, ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു വണ്ടി വേണം, ഹാർഡ് കോർ ആയിട്ടൊരു ഓഫ് റോഡ് വേണം, പക്ഷേ വലിയ ഒരു സൈസ് വേണ്ട, കോമ്പാക്ട് ഡയമെൻഷൻ മതിയെങ്കിൽ എനിക്ക് തോന്നുന്നു താർ ഒരു നല്ല ഒരു ഓപ്ഷനാണ്.
ഓക്കെ ഷൂട്ട് വേണ്ടിയിട്ടുള്ള കള്ള ഞാൻ ഷൂട്ട് വേണ്ടിയിട്ടുള്ള കള്ള അതിനിടയ്ക്ക് അവൻ വന്ന് കാണിച്ചിട്ടില്ല. അവനോടെ ഗെയിം കളിക്കണം. ഏതാ ഗെയിം തരും? എക്സ്പ്ലെയിൻ അല്ലോടാ. ഇനി ജിംനിയെ കുറിച്ച് പൊതുവെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പൊ കണ്ടുവരുന്ന മാരുതിയുടെ വാഹനങ്ങൾ വ്യത്യസ്തമായിട്ട് ജിംനി ഒരു ലാഡർ ഫ്രെയിം വെഹിക്കിളാണ്. പഴയ കാലത്തെ ജീപ്പൊക്കെ നമ്മൾ ഉണ്ടാവും, അത് ചേസിന്റെ മുകളിൽ ബോഡി വെച്ച് കെട്ടി വരുന്ന വണ്ടിയില്ലേ, അതുപോലെ. അത് റിജിഡ് ആയിരിക്കും കുറച്ചും കൂടി അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. അബ്യൂസ് ഫ്രണ്ട്ലി ആയിരിക്കും, നമുക്ക് എവിടെ വേണമെങ്കിൽ ചാടിച്ചിട്ട് പോകാനൊക്കെ പറ്റും. പണ്ട് വാഹനങ്ങൾ ജീപ്പിലൊക്കെ ലീഫിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സസ്പെൻഷൻ മാറി റിജിഡ് ആയിട്ടുള്ള സസ്പെൻഷൻ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ 3 ലിങ്ക് റിജിഡ് ആക്സിൽ സസ്പെൻഷൻ ആണ് ഈ ഒരു വണ്ടിക്ക്, അതായത് നമ്മുടെ ജിംനിക്ക്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വേറൊരു പ്രത്യേകത 4L മോഡാണ് ഞാൻ പറഞ്ഞത്. 4L മോഡൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് നമുക്ക് 4x4 കിട്ടണമെങ്കിൽ വലിയ വണ്ടികൾ വാങ്ങണം. പക്ഷെ പുറത്തൊന്നും അങ്ങനെയല്ല. ഫിയറ്റ് പാണ്ട പോലുള്ള വണ്ടികൾക്ക് 4 വീൽ ഡ്രൈവ് ഉണ്ട് കേട്ടിട്ടുണ്ട്, ഇഗ്നിസിന് 4 വീൽ ഓൾ വീൽ ഡ്രൈവ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം മഞ്ഞ് മൂടിക്കിടക്കുന്ന നാടുകളിലെ വണ്ടികൾക്ക് ഇത് വേണം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ലിപ്പ് ആവാനും വണ്ടി ഓടിക്കാനും പറ്റാത്ത അവസ്ഥയൊക്കെ വരും. അതുകൊണ്ട് ചെറിയ വണ്ടികളിലും അവരതൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു നോവൽറ്റി എന്ന് പറയുമ്പോൾ ജിംനി എന്ന് പറയുന്നത് കുഞ്ഞൻ വണ്ടിയാണ്. കുഞ്ഞൻ വണ്ടിക്ക് ഓൾ വീൽ ഡ്രൈവ് കിട്ടുക എന്ന് പറയുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയത്. ഇനി ജിംനി ഇപ്പോൾ ഒരു ഡെയിലി ഡ്രൈവറായിട്ട് ഉപയോഗിക്കാം എന്നൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. കാരണം 4 ഡോറുകളുണ്ട്, 5 പേർക്ക് ഇരിക്കാം എന്ന് പറയുമ്പോൾ ഒരു വാഗണർ കൈൻഡ് ഓഫ് സ്പേസ് ഒക്കെ ചിന്തിച്ചാൽ മതി. കാരണം ബാക്ക് സീറ്റിന്റെ തൈ സപ്പോർട്ട് ഇത്തിരി കുറവായിട്ടൊക്കെ തോന്നിയത് കണ്ടിട്ട് ഒറ്റ നോട്ടത്തില്ല. പക്ഷേ ഫ്രണ്ട് സീറ്റിന്റെ ബോൾസിംഗ് എല്ലാം നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഫ്രണ്ടിൽ നന്നായിരിക്കാനും ബാക്കിൽ അത്യാവശ്യം 4 പേർക്കും അല്ലെങ്കിൽ 5 പേർക്ക് ഒക്കേഷനിലേക്ക് ഇരിക്കാൻ പറ്റിയ വണ്ടിയായിട്ട് കണ്ടത്. സ്പെയർ വീല് ആ ഒരു ബൂട്ട് ഡോറിന്റെ ബാക്കിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സ്ഥലമുള്ള പോലെ തോന്നി കണ്ടിട്ട്. അതായത് വണ്ടി തുറന്ന് കാണിക്കുന്നില്ല അവരാരും. ഇതൊക്കെ ബ്രോഷർ അല്ലെങ്കിൽ ആ ഒരു പിക്ചേഴ്സ് കണ്ട കാര്യമാണ്. എനിക്ക് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, അതായത് ആ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ പറഞ്ഞ കാര്യമുണ്ട്, ഫിംഗേഴ്സ് ക്ലോസിലാണ് വണ്ടി കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ ആഗ്രഹമുണ്ട് വണ്ടി കാണാൻ, നല്ല ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഓട്ടോ എക്സ്പോ മിസ് ചെയ്യുന്നത് ജിംനി കണ്ടപ്പോഴാണ് സത്യമായിട്ടും. ഇനി ഒരാൾ കമന്റ് ചോദിച്ചായിരുന്നു താറിന്റെ കോപ്പിയാണോ ജിംനി എന്നുള്ളത്. ഹേയ്, അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. കാരണം 50 വർഷത്തോളം ആ ഒരു ഗ്ലോബൽ സക്സസ് ഉണ്ട് ജിംനിക്ക്. ജിംനി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ ജിപ്സിയൊക്കെ കാണുന്നുണ്ട്. ജിംനിയുടെ ആ ഒരു പ്രൊഡസസറൊക്കെയാണ് ഒരു കണക്കിന് ജിപ്സിയൊക്കെ. ആ ഒരു ജിപ്സിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ജിംനി തന്നെയും ആ ഒരു ജിംനി സിയറ പോലുള്ള വണ്ടികളുടെ പിൻഗാമിയാണ്. ദുബായിലൊക്കെ ശരിക്കും ഒരു ഒത്തിരി കൂടി ആളുകൾക്ക് പ്രിയപ്പെട്ട ആ ഒരു ഓഫ് റോഡൊക്കെ തന്നെയാണ് ഈ ഒരു ജിംനി എന്ന് പറയുന്നത്. കുഞ്ഞനാണല്ലോ, കൊണ്ടു നടക്കാൻ എളുപ്പമാണ്, കുഞ്ഞൻ വണ്ടിയാണ്. ഇത് 5 ഡോർ ആണ് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത. ഞാൻ പറഞ്ഞപ്പോൾ ഈ 5 ഡോറിന്റെ വീൽ ബേസിനെ കുറിച്ച് കൂടി പറയണം. അതായത് വീൽ ബേസ് എന്ന് പറയുമ്പോൾ ഏകദേശം ലെങ്ത് എന്ന് പറയുന്നത് അണ്ടർ 4 മീറ്റർ ആണ്. ഏകദേശം 3985 മില്ലിമീറ്റർ ലെങ്ത് ഉണ്ട്. കൂടാതെ 1645 ആണ് അതിന്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത്. 1720 നമ്മൾ ഹൈറ്റ് ഉണ്ട്. അപ്പൊ ലോങ് വീൽ ബേസ് ആണ് വേണ്ടി 2590 മില്ലിമീറ്റർ ആണ് ആ വീൽ ബേസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല വീൽ ബേസിന്റെ ഒരു കാര്യം വരുമ്പോൾ ജിംനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് ഷോർട്ടർ ആണ് ഫ്രണ്ടും ബാക്കും ഉള്ളതുകൊണ്ട് അപ്രോച്ച് ഡിപ്പാച്ചർ ആംഗിളൊക്കെ തീർത്തും കുറവായതുകൊണ്ട് ഏത് എന്താ പറയുക ആ ഒരു ഒബ്സ്റ്റക്കിൾസും നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. കൂടാതെ ഏത് ടെറൈനിലൂടെ ഓടിക്കാൻ പറ്റുന്നൊക്കെയാണ് ജിംനിയുടെ കാര്യം. ഇപ്പൊ ബൂട്ട് സ്പേസ് 85 ലിറ്റർ ഞാൻ പറഞ്ഞത് 85 ലിറ്റർ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് ആ ഒരു കുഞ്ഞൻ ജിംനി നിന്ന് കുറച്ചുകൂടി വലിപ്പം കൂടിയ ഈ ഒരു 5 ഡോർ ജിംനി ആയപ്പോഴാണ്. ഏകദേശം 208 ലിറ്ററോളം ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. മറിച്ചിട്ട് സീറ്റൊക്കെ മറിച്ചിട്ടാൽ അത് 332 ലിറ്റർ വരെ ആവുന്നുള്ളൂ. 2 സീറ്റ് ഓടിച്ചിട്ട് ബാക്ക് ഫുള്ള് നമുക്ക് ലഗേജ് ഒക്കെ വെക്കാനും പറ്റുന്ന ഒരു ഓപ്ഷനായിട്ട് കൂടി ജിംനിയെ കാണാൻ തോന്നുന്നു. ഫ്യൂൽ പെട്രോൾ ആണ്. K15B ആണ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട്. ഏകദേശം CC വരുമ്പോൾ 1462 CC ആണ്. 104 അല്ലെങ്കിൽ 105 PS പവറും 135 Nm ടോർക്കും ഉണ്ട്. ഈ ടോർക്കും പവർ എന്ന് പറയുന്നത് 105 PS പവർ വരുന്നത് 6000 RPM. അപ്പോൾ ആ ഒരു കേസസ് എഞ്ചിൻ ഓൾറെഡി റേവ് ഫ്രണ്ട്ലി ആണ്. കൂടാതെ ടോർക്ക് വരുന്നത് 4000 RPM. പിന്നെ 4 സിലിണ്ടർ എഞ്ചിനാണ്. 3 സിലിണ്ടറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇലക്ട്രിക് പവർ സ്റ്റീറിംഗ് ആണ് ഈ വണ്ടിക്ക്. കൂടാതെ ഏകദേശം 1200 കിലോയാണ് വെയിറ്റ് മാനുവൽ ട്രാൻസ്മിഷന്റെ. അത് മാത്രമല്ല 80 ആകുമ്പോൾ 1210 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ വെയിറ്റും കാര്യങ്ങളൊക്കെ ഓഫ് റോഡർ ആകുമ്പോൾ കുറച്ചും കൂടി ക്രൂഷ്യലാണ് കേട്ടോ. അതോടെ ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനി മറ്റുള്ള മാരുതി വണ്ടികളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്പോൾ ജിംനിയുടെ കാര്യം പറയുമ്പോൾ ആ ഒരു സ്ക്വയറിഷ് രൂപം തന്നെയാണ് ശരിക്കും അതിന്റെ പ്രത്യേകത. അതായത് തീർച്ചയായും ക്ലാസിക് എന്നൊക്കെ വിളിക്കാവുന്ന രൂപമാണ് ജിംനിക്ക്. ഇപ്പോൾ ജിപ്സി ഇഷ്ടപ്പെട്ട ആളുകളെ കുറേ നമ്മളുണ്ട്. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന വണ്ടിയുടെ ജ്യോതിന്റെ വണ്ടിയുടെ. അത് മാത്രമല്ല ഇതിന്റെ കുറച്ചധികം കാര്യങ്ങൾ ജിംനിയിൽ കണ്ട കാര്യങ്ങൾ ഇവർ ഈ ഒരു ജിംനി 5 ഡോറിലും കൊടുന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഇപ്പോൾ LED ഹെഡ്ലാമ്പ്സിന്റെ ആ ഒരു വാഷർ ഞാൻ പല വീഡിയോയിലും കണ്ടപ്പോൾ എനിക്ക് തീർത്തും കൗതുകം ഒരു കാര്യമാണ്. ആ വെള്ളം അങ്ങനെ ഒന്ന് ചീരിയിട്ട് ആ ഗ്ലാസ് കഴുകുന്നതൊക്കെ അത് നമുക്കുണ്ടാവുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല വീൽ ആർച്ചുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീർത്തും കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. അലോയ് വീൽ മോഡലാണ്. 2 മോഡലിലെ ആ ഒരു ആൽഫ മോഡലിന് അലോയ് വീൽ. പിന്നെ 2 വേരിയന്റുകളിൽ ഞാൻ പറഞ്ഞില്ലേ, സെറ്റിയും ആൽഫയുമാണ്. ഈ ആൽഫയിലെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജിംനി ഓടിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ജിംനി ശരിക്കും ഒരു പ്രത്യേകതയുള്ള വണ്ടിയാണ്. ജിംനി ശരിക്കും ഒരു നോവൽറ്റിയുള്ള വണ്ടിയാണ്. ജിംനി ശരിക്കും ആളുകൾ കാത്തിരുന്ന വണ്ടിയാണ്. എന്തായാലും ഫിംഗേഴ്സ് ക്രോസ് അഗൈൻ. അപ്പോൾ നമുക്ക് ജിംനി ഓടിക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടാം. ഇത് ആ ഒരു എൻ്റെ ഒരു എക്സൈറ്റ്മെന്റിന്റെ മുകളിലുള്ള വീഡിയോ കണ്ടാൽ മതി. ജിംനി വരുന്നു, ജിംനി വന്നു, അത് തന്നെയാണ് കാര്യം. താങ്ക് യു.